ചരിത്രപരമായ ഒരു രാജ്യത്തിന്റെ ശക്തി നിർണ്ണയിക്കുന്നതിൽ അതിന്റെ സമുദ്രപരമായ സ്ഥാനം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളായ റോമൻ സാമ്രാജ്യവും ബ്രിട്ടീഷ് സാമ്രാജ്യവും അവരുടെ സമുദ്ര വ്യാപാര പാതകളിലുള്ള നിയന്ത്രണത്തിലൂടെയാണ് ശക്തി സംഭരിച്ചത്. സമുദ്രങ്ങളെ ഭരിക്കുന്നവൻ ലോകത്തെ ഭരിക്കുന്നു എന്ന തത്വം ഇന്നും പ്രസക്തമാണ്. ഈ തത്വത്തിന്റെ ആധുനിക ഉദാഹരണമാണ് സിംഗപ്പൂർ. കേവലം ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രമായിരുന്ന സിംഗപ്പൂർ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി വളർന്നതിന്റെ പ്രധാന കാരണം അതിന്റെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ്. ലോകത്തെ രണ്ട് പ്രധാന സമുദ്രങ്ങളായ പസഫിക്കിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന മലാക്ക കടലിടുക്കിന്റെ കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന സിംഗപ്പൂർ തുറമുഖം ആഗോള വ്യാപാരത്തിന്റെ നിർണായക കേന്ദ്രമാണ്. ലോകത്തിലെ സമുദ്ര വ്യാപാരത്തിന്റെ മൂന്നിലൊന്നും എണ്ണയുടെ മൂന്നിലൊന്നുമാണ് ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നത്. ഈ ഒരു വാണിജ്യപാതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഇന്ത്യ ഇപ്പോൾ സ്വന്തം സമുദ്രശക്തി വർദ്ധിപ്പിക്കാനുള്ള ചരിത്രപരമായ ഒരു നീക്കം നടത്തുകയാണ്. സമുദ്ര വ്യാപാര പാതകൾക്ക് ലോകരാജ്യങ്ങൾ നൽകുന്ന പ്രാധാന്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചൈനയുടെ മലാക്ക പ്രതിസന്ധി. ചൈനയുടെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 80% കടന്നു പോകുന്നത് മലാക്ക കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ കടലിടുക്ക് തടസ്സപ്പെടുന്നത് ചൈനയ്ക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാക്കും. 2003 അന്നത്തെ ചൈനീസ് പ്രസിഡന്റ് ഹു ചിൻഡാവോ ഇതിനെ മലാക്ക പ്രതിസന്ധി എന്ന് വിശേഷിപ്പിച്ചത് ഈ ആശങ്കയുടെ ആഴം കാണിക്കുന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്.